LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ EP ജയരാജൻ എഴുതുന്ന ആത്മകഥ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുമോ? EP ഈ അവസരത്തിൽ ആത്മകഥ എഴുതുമെന്ന് നടത്തിയ പ്രസ്താവനയുടെ ഉദ്ദേശം തന്നെ പുതിയ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന ആശങ്കയും പാർട്ടിക്കുണ്ട്. CPM രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള നേതാവാണ് EP ജയരാജൻ. സമീപകാലത്ത് പാർട്ടി നടത്തിയ പോരാട്ടങ്ങളുടെയും പ്രതിരോധ ആക്രമണ രാഷ്ട്രീയത്തിന്റെയും തന്ത്രങ്ങളും രഹസ്യങ്ങളും എല്ലാം അറിയുന്ന നേതാവും കൂടിയാണ് അദ്ദേഹം. പ്രത്യേകിച്ച് കോൺഗ്രസുമായും BJPയുമായും കലഹിച്ചും പ്രതിരോധിച്ചും ആക്രമണം നേരിട്ടും പ്രത്യാക്രമണം നടത്തിയ മുന്നേറിയ കണ്ണൂർ ലോബിയിലെ അതികായനാണ് EP ജയരാജൻ. പാർട്ടിക്ക് വേണ്ടി ആക്രമണം നേരിടുകയും അന്നത്തെ വെടിയുണ്ട ഇപ്പോഴും ശരീരത്തിൽ പേറുകയും ചെയ്യുകയാണ് അദ്ദേഹം. പക്ഷേ ആ ത്യാഗത്തിനൊത്ത പരിഗണന പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് EPയുടെ പരാതി. ഒന്നാം പിണറായി സർക്കാർ കാലത്ത് മന്ത്രിയായി എങ്കിലും ബന്ധു നിയമന വിവാദത്തിൽ തട്ടി 1 വർഷക്കാലം പുറത്തു നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ EP ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പാർട്ടി പരിഗണിച്ചിരുന്നില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഒഴിഞ്ഞുപോയപ്പോൾ പാർട്ടി സെക്രട്ടറി പദവിയിലേക്ക് തനിക്ക് അവസരം പ്രതീക്ഷിച്ചെങ്കിലും സീനിയോറിറ്റി മറികടന്ന് പകരം MV ഗോവിന്ദനെ നിയോഗിച്ചത് EPയെ വേദനിപ്പിച്ചിരുന്നു. അതിനുശേഷം പാർട്ടി പോളിറ്റ് ബ്യൂറോയിലേക്ക് ഒഴിവ് വന്നപ്പോഴും ജയരാജന് പകരം ഗോവിന്ദൻ മാഷ് പരിഗണിക്കപ്പെട്ടു. ഒടുവിൽ താരതമ്യേന ജൂനിയർ നേതാക്കൾ കൈകാര്യം ചെയ്യുന്ന ഇടതുമുന്നണി കൺവീനർ പദവിയാണ് EPക്ക് നൽകിയത്. ഇപ്പോൾ അതിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നീണ്ട മൗനത്തിലൂടെ പാർട്ടി നടപടിയോട് EP കടുത്ത അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ചടയൻ ഗോവിന്ദന്റെ അനുസ്മരണ പരിപാടിയിലും EP പങ്കെടുത്തിരുന്നില്ല. അതിനിടയിലാണ് ആത്മകഥ എഴുതുന്നു എന്ന വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ ഈ ആത്മകഥ പാർട്ടിക്ക് തലവേദനയാകുമോ എന്ന ആശങ്കയിലാണ് യഥാർത്ഥത്തിൽ CPM ഉള്ളത്. CPMന് ആശങ്കപ്പെടാൻ EP മാത്രമല്ല വിഷയം. CPMനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം കനത്ത പ്രതിരോധത്തിലാണ് എന്ന് പറയാം. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഇതിന് കാരണമെന്നുള്ള വിലയിരുത്തലുകൾ വന്നിരുന്നു. അന്നു മുതൽ തന്നെ എല്ലാ ഘടകകക്ഷികളും യഥാർത്ഥത്തിൽ CPMന് എതിരാണ്. അതായത് LDFൽ CPM ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. അതിനുശേഷമാണ് EP ജയരാജനുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിക്കുന്നത്. EP ജയരാജനെ പാർട്ടി പിന്തുണയ്ക്കുമെന്ന് കരുതിയിടത്തെല്ലാം തന്നെ പാർട്ടി ജയരാജനെ കൈയൊഴിയുന്ന സാഹചര്യമായിരുന്നു. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പരിഗണന ലഭിക്കുമെന്ന് അദ്ദേഹം ആദ്യം കരുതിയിടത്തു നിന്നെല്ലാം തന്നെ അദ്ദേഹത്തിന് അവഗണന മാത്രമാണ് ലഭിച്ചിരുന്നത്. മാത്രമല്ല EP ജയരാജൻ വിവാദവും പാർട്ടിയെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. അന്നും ഇതേ ഘടകകക്ഷികൾ പാർട്ടിക്ക് എതിര് തന്നെയായിരുന്നു. ശേഷം ഇപ്പോൾ കത്തിനിൽക്കുന്ന ADGP വിവാദവും യഥാർത്ഥത്തിൽ പാർട്ടിയെ കുഴപ്പത്തിലാക്കുകയാണ്. മാത്രമല്ല ADGP വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനവും വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുകയാണ് CPMനെ. ഇപ്പോഴും ഇതേ ഘടകകക്ഷികൾ എതിര് തന്നെയാണ്. പലപ്പോഴായി CPMന്റെ കൂടെ നിൽക്കുന്ന തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന CPIയും പലതരത്തിൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായി രംഗത്ത് വന്നെങ്കിലും CPIയെ തിരിഞ്ഞുപോലും നോക്കുന്ന സമീപനമല്ല CPMന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. യഥാർത്ഥത്തിൽ CPI ഒരു മുന്നണി മാറ്റത്തിലേക്ക് ശ്രമിക്കുന്നു എന്ന വാർത്തകൾ പോലും പ്രചരിച്ചിരുന്നു. പക്ഷേ ആ വാർത്തകളെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ട് CPI രംഗത്ത് വരുമ്പോഴും CPIയുടെ അത്തരമൊരു തീരുമാനത്തെ പോലും വിലക്കി വാങ്ങാൻ പ്രാപ്തിയുള്ള മറ്റു മുന്നണികൾ കേരളത്തിൽ സജീവമാണ് എന്നുള്ളതും CPM ഓർക്കേണ്ടതുണ്ട്. എന്ന് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ADGPക്ക് നൽകുന്ന പരിഗണന പോലും EP ജയരാജന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെ നിന്നിരുന്ന EP ജയരാജനെ കൈയൊഴിയുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് EP ജയരാജന് ലഭിക്കാത്ത പരിഗണന ADGPക്ക് ലഭിച്ചത് എന്ന ചോദ്യം സ്വാഭാവികമായും EP ജയരാജനിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും കൃത്യം തന്നെയാണ്. മാത്രമല്ല അധികമായി MV ഗോവിന്ദന് ലഭിക്കുന്ന പരിഗണനയും EPയെ ചൊടിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ കൂടി ഇറങ്ങാനിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ സ്വാഭാവികമായും CPMലെ എല്ലാ രാഷ്ട്രീയങ്ങളും അദ്ദേഹത്തിന്റെ ഉയർച്ചകളും താഴ്ചകളും ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാകുമെന്നുള്ളത് CPMനെ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ BJP കൂടിക്കാഴ്ചയിൽ CPMലെ മറ്റു നേതാക്കൾക്കും പങ്കുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ശക്തമായിരിക്കെ ഇനി അത്തരമൊരു കൂടിക്കാഴ്ചയെപ്പറ്റി പോലും അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയോ എഴുതുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് CPM എന്ന പാർട്ടിയെ വീണ്ടും പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം തിരിച്ചടികൾ നേരിട്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM ഇനി ഒരു പരീക്ഷണത്തിന് മുതിരുകയില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് EP ജയരാജനെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് ഇനി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. EP ജയരാജനെ അനുനയിപ്പിക്കാൻ പാർട്ടി മാത്രം ശ്രമിച്ചാൽ പോരാ, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കൂടി അകമഴിഞ്ഞ ഒരു സമീപനം ഉണ്ടാകേണ്ടതും അനിവാര്യം തന്നെയാണ്. അതല്ലെങ്കിൽ EP ജയരാജന്റെ ആത്മകഥ കേരളത്തിലെ CPMന് ഒരു തലവേദനയായി മാറാനുള്ള സാധ്യത ഏറെയാണ്.